السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരെ, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. വഖഫ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന ഈ സെമിനാറിൽ എന്തുകൊണ്ട് നാം വഖഫിന് ഇത്ര അധികം പ്രാധാന്യം നൽകുന്നു, വഖഫ് എന്നത് ഇത്ര നാളും ഒരു ചർച്ചയാകാതിരുന്ന വിഷയം ഇന്ന് എന്തുകൊണ്ട് ഇത്രയധികം ചർച്ചകൾ വഖഫിനെതിരെ നടക്കുന്നു, വഖഫ് എന്താണെന്ന് ആളുകളെല്ലാം പഠിക്കാനായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈവൻ അമുസ്ലിങ്ങൾ പോലും വഖഫിനെ പറ്റി പഠിക്കാനായി വന്നിരിക്കുകയാണ്. കാരണം ഒരേ ഒരു ഭേദഗതിയാണ് 2024 പുറപ്പെടുവിച്ച ആ ഒരു ഭേദഗതിയുടെ അടിസ്ഥാനം. ആ ഒരു ഭേദഗതി വന്നതോടുകൂടി എല്ലാ ആൾക്കാരും വഖഫ് എന്താണ്, മുസ്ലിമീങ്ങൾ എന്താണ് വഖഫ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞ് അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും വഖഫിനെ പഠിക്കാനായി മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം പല ഭേദഗതികൾ വഖഫിന് വേണ്ടി വഖഫ് ആക്റ്റിലായിട്ട് പല സമയത്ത് 1900 മുതൽ തുടങ്ങിയതാണ് വഖഫിൻ്റെ ഭേദഗതികൾ. അങ്ങനെ 2013 വരെയുള്ള ഭേദഗതികൾ പോലും ഒരു വിധത്തിലുള്ള വിമർശനങ്ങളോ ഒന്നും തന്നെ ഗവൺമെൻറ്റിനെതിരെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ 2024 ആ ഭേദഗതി വന്നതോടുകൂടി വഖഫിന് എതിരെയായിട്ടാണ് ആ ഭേദഗതി ഉള്ളതെന്ന് വഖഫിനെ പറ്റി പഠിക്കുന്നവർക്കും വഖഫ് കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡുകൾക്കുമെല്ലാം മനസ്സിലായി. കാരണത്താൽ തന്നെ ഇതിനെ മനസ്സിലാക്കുന്നതിനും ഇതിനെ കൂടുതലായി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായതിനാലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് വഖഫിനെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഇവിടെ ഒത്തൊരുമിച്ചിരിക്കുന്നത്. എന്നാൽ വഖഫ് എന്താണ് വഖഫ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായി ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഭരണഘടന എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി ആദ്യം സ്റ്റേറ്റ് എന്നുള്ള പദം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് എന്നുള്ള പദം പൊതുവെ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിലോട്ട് വരുമ്പോൾ സ്റ്റേറ്റ് എന്നുള്ള പദം അത് ഒരു ഭൂപ്രദേശം, ഒരു ടെറിറ്ററി, അതും ആ രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണഘടന, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റേറ്റ് എന്നുള്ള പദം സാധാരണയായി പൊളിറ്റിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റേറ്റിൽ അത്യാവശ്യമായ ചില ഘടകങ്ങളുണ്ട്. ആ സ്റ്റേറ്റിനൊരു ഭൂപ്രദേശം ഉണ്ടായിരിക്കണം, ആ സ്റ്റേറ്റിൽ തന്നെ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, ആ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഗവൺമെൻറ്റും അവിടെ ഉണ്ടായിരിക്കണം. ഇനി ആ ഗവൺമെൻറ്റിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തന്നെ പല സബ് കാറ്റഗറീസ് ആയിട്ട് ഇങ്ങനെ തിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, നിയമം നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്, നിയമപരമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു തീരുമാനമെടുക്കുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. ഇതിനെല്ലാമാണ് നമ്മൾ പല ബ്രാഞ്ചുകളായി തിരിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് പല ബ്രാഞ്ചുകളായി നമ്മൾ പറയുന്നത് ഇതിനെല്ലാമാണ്. സോ ഒരു ടെറിറ്ററി, അതായത് ഒരു ഭൂപ്രദേശം, അവിടുത്തെ പോപ്പുലേഷൻ, ആ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഗവൺമെൻറ്, ഇവരെല്ലാവരും എന്താണ്, ഇവരുടെ ജോലി, ഇവരുടെ വർക്ക് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ഇവിടെ ബിഹേവ് ചെയ്യേണ്ടത്, ഇവരെന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടതെന്നും
ഒരു ഭൂപ്രദേശമുണ്ടെങ്കിൽ ആ ഭൂപ്രദേശങ്ങൾ എങ്ങനെയാണ് എവിടെയാകണം എന്ന് നിശ്ചയിക്കുന്നതും, സാധാരണ ഒരു മനുഷ്യൻ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം നിലയിലുള്ള അവകാശങ്ങളുണ്ടെന്നും ആ മനുഷ്യന് എന്തെല്ലാം യോഗ്യതകൾ വേണം അവൻ ഇന്ത്യൻ പൗരനാകണമെങ്കിൽ, ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതായ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന് എന്തെല്ലാം നിലയിലുള്ള അധികാരങ്ങളാണുള്ളതെന്നും ആ ബ്രാഞ്ച് എന്തെല്ലാം നിലയിലുള്ള അവർക്ക് അധികാരങ്ങളിൽ ലിമിറ്റേഷൻസ് ആണ് ഉള്ളതെന്നും ഇതെല്ലാത്തിനെയും കുറിച്ചും വ്യക്തമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഭരണഘടന എന്ന് വിളിക്കുന്നത്. ഈ ഭരണഘടന രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് എഴുതപ്പെട്ട നിലയിലുള്ള ഭരണഘടന, വെൽ റിട്ടൺ ആയിട്ടുള്ള, നമ്മുടെ ഇന്ത്യക്കുള്ളതുപോലെ. ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക്, ആ ഒരു ബുക്ക് തന്നെ ഇന്ത്യക്ക് ഭരണഘടനയെ പഠിക്കാനായി നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു ബുക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് അവിടെ അലിഖിതമായ നിലയിൽ അഥവാ എഴുതപ്പെടാത്ത നിലയിലുള്ള ഭരണഘടനകളാണ് ഉള്ളത്. അതായത് അവിടുത്തെ നാട്ടുകാർ പണ്ട് മുതലേ അവിടുത്തെ നിയമങ്ങളായാലും അവിടുത്തെ എല്ലാ പോലീസുകാരായാലും അവിടുത്തെ നിയമത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് ആയാലും അവരെല്ലാവരും പണ്ട് മുതൽ തന്നെ പിൻപറ്റിക്കൊണ്ട് വരുന്ന ഒരു ഭരണഘടനയാണ് അവർക്കുള്ളത്. ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ടും എല്ലാ ഭരണഘടനയെക്കാളും ഏറ്റവും വലിയ ഭരണഘടന എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ടെക്നിക്കലി ഒരു സാങ്കേതികമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കം എന്നാണെന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ പറയും 1946 നവംബർ 6-നാണ് ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നതെന്ന് നമുക്ക് ടെക്നിക്കലി പറയുമ്പോൾ പറയാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ തുടക്കത്തെ പറ്റി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പിന്നോട്ട് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് 1750 കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക്, അതായത് ഇന്ത്യയിലെ മുഗൾ രാജാക്കന്മാർ ഇന്ത്യയുടെ ഭരണം ഉപേക്ഷിച്ച് പോയതിന് ശേഷം, അന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലുള്ള മോഡേൺ സ്റ്റേറ്റ് സിസ്റ്റം ഒന്നും അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്ത്യയുടെ അവസ്ഥ പല നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കമ്പനി 1757 ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. ഇവർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ഓരോ നാട്ടുരാജ്യങ്ങളെയും വെട്ടിപ്പിടിച്ച് ആ ഓരോ രാജ്യങ്ങളെയും അവരെന്ത് ചെയ്തു, ഓരോ രാജ്യങ്ങളെയും അവർ കീഴടക്കി പതുക്കെ ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന മുഴുവൻ അന്ന് കാണപ്പെടുന്ന മുഴുവൻ നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്തു, അവർ കീഴടക്കുകയുണ്ടായി. കാരണം ഇന്ത്യ എന്നുള്ളത് ഒരു മഹത്വം അർഹിക്കുന്ന ഒരു രാജ്യമായി അന്ന് പലയിടങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്ത്യയെപ്പറ്റി പഠിക്കാനായി പല ആളുകളും ആഗ്രഹിച്ചിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇവർക്ക് ഇന്ത്യ എന്നുള്ള രാജ്യം ഇത്രയും ഫ്രീ ആയി കിട്ടുന്നത്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ഓരോ നാട്ടുരാജ്യങ്ങളെയും വെട്ടിപ്പിടിച്ച് അത് ഭരിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ അവരുടെ ഭരണം തുടങ്ങി. ഈ സന്ദർഭത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റ് ഇന്ത്യ ഭരിക്കുകയല്ല, നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുകയല്ല, മറിച്ച് ഈസ്റ്റ് ഇന്ത്യ എന്നുള്ള കമ്പനിയാണ് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഓരോ നാടിനെയും ആ കമ്പനി മുഖേനയാണ്, ആ കമ്പനിയിലൂടെയാണ് ഇന്ത്യ ഭരണത്തിലേറി. അങ്ങനെ ഭരണം നടക്കുന്ന സന്ദർഭത്തിൽ അവരെങ്ങനെയാണ് ഇന്ത്യയെ ഭരിക്കേണ്ടത്, ഓരോ നാടുകളെയും എന്തെല്ലാം നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടുകളിൽ ചെയ്യണം, ഈ നാടുകളിലെ ആളുകളെ എന്തെല്ലാം നിലയിൽ ഉപയോഗപ്പെടുത്തണം എന്നെല്ലാം അവർക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് മുതൽ തന്നെ എന്തു തുടങ്ങിയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പല ആക്റ്റുകൾ ഇതിലെന്ത് ചെയ്യുകയാണ്, അന്ന് മുതലേ പാസ്സാക്കാൻ തുടങ്ങുകയാണ്. അതായത് ഇവർക്ക് മുകളിലുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു നിയമം പാസ്സാക്കും. അതിനൊക്കെയാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ചാർട്ടർ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്ന പല ആക്റ്റുകളും അക്കാലത്തിൽ ഉണ്ടായിട്ടുള്ള ആക്റ്റുകളാണ്. പിന്നീട് കുറച്ചും കൂടെ കാലങ്ങൾക്ക് ശേഷം 1857 ആയപ്പോഴേക്കും ദ ഗ്രേറ്റ് റിവോൾട്ട് നടക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡയറക്റ്റ് ആയിരുന്നു.
ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്ഞിയാണ് അക്കാലങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത്. ഈ സന്ദർഭത്തിൽ ഇന്ത്യ പല നാടുകളിലായിട്ട് ഇങ്ങനെ കടക്കുകയാണ്. അപ്പോൾ കേരളം ഒരു ഭാഗത്ത് ഇന്നയാൾ ഭരിക്കണം, തമിഴ്നാടിൻ്റെ ഭാഗം ഒരാൾ, ഗുജറാത്തിൻ്റെ ഭാഗം ഒരാൾ എന്നൊക്കെ പറയുന്ന നിലയിൽ ഓരോ സ്ഥലങ്ങളും ഓരോ ആൾക്കാർക്കായി കൊടുത്തിട്ട് അവരെങ്ങനെ ഇന്ത്യ ഭരിക്കണം, ഇവിടുത്തെ ആൾക്കാരോട് എന്തെല്ലാം നിലയിൽ പെരുമാറണം, ഇവിടുത്തെ ആൾക്കാർ ഇന്ന ശിക്ഷകൾ, അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെയെല്ലാം ശിക്ഷിക്കണം എന്നെല്ലാം അവർക്ക് പഠിപ്പിക്കുന്നതിനും അവർക്ക് എങ്ങനെയാണ് ഒരു നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതും എന്നെല്ലാം അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഓരോ നിയമിച്ച ആൾക്കാരുടെ കയ്യിലും പല നിയമങ്ങൾ പാസ്സാക്കാൻ തുടങ്ങുകയുണ്ടായി. അങ്ങനെ രൂപപ്പെട്ടതാണ് അന്ന് മുതൽ രൂപപ്പെടുന്ന ഓരോ നിയമങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള അഭിപ്രായം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് 1934 MN റോയി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ഐഡിയ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള പെർമിഷൻ നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാരോട് ഒരു പെർമിഷൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പിന്നീടും കാലങ്ങൾ കഴിഞ്ഞ് പോയി. അങ്ങനെ 1934 ആയപ്പോഴേക്കും 38 ആയപ്പോഴേക്കും ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നും ആ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കേണ്ടത് ഇന്ത്യയിലുള്ള ആൾക്കാരായിരിക്കണമെന്നും ഇന്ത്യയിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ടത് ഇന്ത്യയിലെ തന്നെ 18 വയസ്സ് തികഞ്ഞിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വോട്ടെടുപ്പിക്കുന്നതിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഥവാ ഭരണഘടനാ സഭയിലൂടെ, ഇന്ത്യൻ ഭരണഘടനാ സഭയിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെടേണ്ടതെന്നുള്ള അഭിപ്രായം ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ 1940 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള അവകാശം നൽകുകയാണ്. ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്, നമ്മളൊന്ന് ആലോചിക്കണം, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്ക് ഇതിനുള്ള അവകാശം കൊടുക്കേണ്ട ഒരു വിധത്തിലുള്ള നിർബന്ധിത അവസ്ഥയും അവർക്കുണ്ടാകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ നമുക്ക് ഈ ഒരു അവകാശം നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് നൽകിയതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണം നമുക്ക് കാണാൻ സാധിക്കും. 1940 കാലങ്ങളിൽ 2ാം മഹാലോക യുദ്ധം നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാർക്ക് പലയിടങ്ങളിൽ നിന്നും ഭീഷണികൾ വരികയാണ്. പല നാടുകൾ മുഖേന ചിലപ്പോൾ ഇവരെ ആക്രമിക്കപ്പെട്ടേക്കാം. ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ പല കൊളോണിയൽ രാജ്യങ്ങളിലും എന്ത് ചെയ്തേക്കണം, അവരുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇവർക്ക് എന്ത് ചെയ്തേക്കാം, ഇവർ ചിലപ്പോൾ ഒന്നെങ്കിൽ പരാജയപ്പെട്ടു പോയേക്കാം. ഇത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആൾക്കാരോട് സഹായം ചോദിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഇന്ത്യക്കാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, പക്ഷേ ഞങ്ങളുടെ ഇന്ത്യ ഞങ്ങൾക്ക് സ്വതന്ത്രമാക്കി തരണം, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള അവകാശവും തരണമെന്ന് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ 1942 ആയപ്പോഴേക്കും സർ സ്റ്റാഫ്രോഡ് ക്രിപ്സ് എന്നുള്ള ഒരു വ്യക്തിയെ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്രാഫ്റ്റുമായി അയക്കുകയുണ്ടായി. എന്നാൽ ഈ ഡ്രാഫ്റ്റിലുള്ള പല കാര്യങ്ങളും ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ട 2 പാർട്ടികളായിരുന്നു അക്കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് പാർട്ടിയും 2 മുസ്ലിം ലീഗ് പാർട്ടിയും. ഇതിൽ മുസ്ലിം ലീഗ് പാർട്ടി എന്ത് ചെയ്തില്ല, ഇതിൽ വന്നിരിക്കുന്നതായ ഈ പ്രാവശ്യം ഇവരയച്ചിരിക്കുന്ന ഈ ഡ്രാഫ്റ്റിൽ പല കാര്യങ്ങളും ഇന്ത്യക്കാർക്ക് അനുയോജ്യമായ കാര്യങ്ങളല്ലായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ആ ഡ്രാഫ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് 1946 ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ഒരു ഡ്രാഫ്റ്റ് ഇന്ത്യക്കാർ പറയുന്ന അവകാശങ്ങളെല്ലാം അതിൽ ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളെയും അതിൽ അംഗീകരിച്ചുകൊണ്ട് ഒരു ഡ്രാഫ്റ്റ് ഇന്ത്യക്കായി ബ്രിട്ടീഷുകാർ നൽകുകയുണ്ടായി. ആ ഡ്രാഫ്റ്റിലൂടെയാണ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കാർ നിർമ്മിച്ചത്. അങ്ങനെ 1946 ഡിസംബർ 6 ആയപ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കപ്പെടുകയാണ്. എന്നാൽ സഭ കൂടിയത്
അവരന്നങ്ങനെ ഒരുമിച്ച് കൂടിയത് 1946 ഡിസംബറിൽ തന്നെ ഡിസംബർ 9-നാണ് ആദ്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കൂടുന്നത്. ഡിസംബർ 9-ലാണ്. അങ്ങനെ ഡിസംബർ 13 ആയപ്പോഴേക്കും ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് രാജേന്ദ്ര പ്രസാദിനെയും വൈസ് പ്രസിഡൻ്റായിട്ട് HC മുഖർജിയെയും VT കൃഷ്ണരാമചാര്യയെയും ലീഗൽ അഡ്വൈസറായിട്ട് BN റാവുവിനെയും ഇവർ നിയമിക്കുകയുണ്ടായി. അങ്ങനെ 1946 ഡിസംബർ 13-ന് തന്നെ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രിയാമ്പിൾ, ഒരു ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായി നിർമ്മിക്കുകയുണ്ടായി. ആ ആമുഖം ലോകമെമ്പാടും പ്രശസ്തമായ ഒരു ആമുഖം തന്നെയായിരുന്നു. അതിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ട പല ആവശ്യങ്ങളെയും പല അത്യാവശ്യമേറിയ പല മൂല്യവത്തായ കാര്യങ്ങളെയും അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നവംബർ 26 1949 നവംബർ 26 ആയപ്പോഴേക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പണി പൂർത്തിയാവുകയും അത് അന്നേ ദിവസം തന്നെ ജനങ്ങൾക്കായി നൽകപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് നിലവിൽ വന്നത് 1950 നവംബർ 26 ആയപ്പോഴേക്കുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നിർമ്മിക്കപ്പെട്ട സന്ദർഭത്തിൽ 395 ആർട്ടിക്കിളും 20 പാർട്ടുകളിലായിട്ട് 395 ആർട്ടിക്കിളായിരുന്നു, അനുച്ഛേദങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് പല ഭേദഗതികൾ വന്നതോടുകൂടി പല മാറ്റത്തിരുത്തലുകൾ എന്ത് ചെയ്തു, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരികയുണ്ടായി. അങ്ങനെ പല മാറ്റത്തിരുത്തലുകൾ വന്നതിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് 20 പാർട്ടിൽ നിന്നും 25 പാർട്ടിലേക്ക് വർദ്ധിക്കുകയും 395 ആർട്ടിക്കിൾ എന്നുള്ളത് 448 ആർട്ടിക്കിളായിട്ട് ഇക്കാലത്ത് വരെ 448 ആർട്ടിക്കിളായിട്ട് എന്ത് ചെയ്തു, അത് വർദ്ധിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻ്റ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് ഈ അമെൻമെൻറ്റ്? അതിൻ്റെ വാക്കർത്ഥം പോലെ തന്നെ ഭേദഗതി അഥവാ മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവരിക. നിലവിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ഒരു കാര്യം ഒന്നെങ്കിൽ ആഡ് ചെയ്യുന്നതാവാം, അതിലായിട്ട് എക്സ്ട്രാ ഒരു കാര്യം എന്ത് ചെയ്യുകയാണ്, പുതുതായ ഒരു കാര്യം കൊണ്ടുവരലാകാം. അല്ലെങ്കിൽ അതിലുള്ള തന്നെ ഒരു കാര്യത്തെ എന്ത് ചെയ്യലാകാം, അതിൽ നിന്ന് എടുത്ത് മാറ്റൽ, അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയലാകാം. ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പുള്ളി മാറ്റലും ഒരു കോമ മാറ്റൽ പോലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടൽ പോലും ഭേദഗതിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. എന്തിനാണ് ഈ ഭേദഗതികൾ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിട്ട് ഏകദേശം 70 വർഷത്തിലധികമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അന്നുണ്ടായിരുന്ന കാലമല്ല ഇന്നുള്ളത്, അന്നുണ്ടായിരുന്ന സിറ്റുവേഷൻസ് അല്ല ഇന്നുള്ളത്, അന്നുണ്ടായിരുന്ന സോഷ്യൽ ലൈഫല്ല ഇന്ന് നമ്മുടെ സോഷ്യൽ ലൈഫ്. നമ്മുടെ ലൈഫിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടോ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അതിനെ എന്നേക്കും നിലനിർത്താൻ വേണ്ടിയാണ് അതിൽ പല തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവരുന്നത്. ഈ ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം പ്രൊസീജിയറുകളാണ് ഇതിനുള്ളതെന്നെല്ലാം വേണ്ടി തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇതിനു വേണ്ടി തന്നെ ഒരു പ്രത്യേക ആർട്ടിക്കിൾ 368 പാർട്ട് 20 368 അനുച്ഛേദത്തിൽ ഇതിന് വേണ്ടതായ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരണം, ഇന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറയുന്നതിന് വേണ്ടി ഒരു ആർട്ടിക്കിൾ തന്നെ ഇതിനു വേണ്ടി നിയമിച്ചിട്ടുണ്ട്. പാർലമെൻ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതികൾ വരുത്താൻ അവകാശമുള്ളത്, പാർലമെൻറ്റിനാണ്. ഇതിന് ഒട്ടനവധി പ്രൊസീജിയറുകളാണുള്ളത്, അതെല്ലാം തന്നെ ആർട്ടിക്കിൾ 368 പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യൻ ഭരണഘടന തരുന്ന ഏറ്റവും പ്രധാനമായ കുറച്ച് അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിറ്ററി,
എവിടെയാണ് രാജ്യങ്ങൾ ഉണ്ടാകേണ്ടത്, ഒരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റേറ്റുകൾ എവിടെയെല്ലാമാണ് ഉണ്ടാകേണ്ടത്, ഒരു സ്റ്റേറ്റ് ഈ സ്ഥലം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ കേരളം എന്ന് പറയുന്നത്, കേരളത്തിൽ പാലക്കാട് ഉണ്ടായിരുന്നില്ല ഒരു സമയം വരെ. അന്ന് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു കന്യാകുമാരി. എന്നാൽ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പാലക്കാട് എന്ന സ്ഥലത്തെ തമിഴ്നാട്ടുകാരിൽ നിന്നും പാലക്കാടിനെ വാങ്ങുകയും പിന്നീട് കന്യാകുമാരി എന്ന സ്ഥലം തമിഴ്നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറയപ്പെട്ട ഫസ്റ്റ് പാർട്ടിൽ പറയപ്പെടുന്ന യൂണിയൻ ആൻഡ് ടെറിറ്ററി എന്ന് പറയുന്ന ആർട്ടിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിലാണ് ഇതിനെപ്പറ്റിയുള്ള നിയമങ്ങളെല്ലാം പരാമർശിക്കുന്നത്. രണ്ടാമതായി പറയപ്പെടുന്ന പാർട്ടാണ് സിറ്റിസൺ അഥവാ നമ്മുടെ പൗരത്വം. ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാകണമെങ്കിൽ അവന് വേണ്ട യോഗ്യതകൾ എന്തെല്ലാമാണ്, അവൻ എന്തെല്ലാം നിലയിലുള്ള കാര്യങ്ങൾ ഇന്ത്യയോട് പാലിക്കണം എന്നെല്ലാം പറ്റി വ്യക്തമാക്കുന്ന ഒരു പാർട്ടാണ് സിറ്റിസൺ എന്നുള്ളത്. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്നറിയപ്പെടുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്നുള്ളത്. ഒരു മനുഷ്യന് എന്തെല്ലാം നിലയിലുള്ള അവകാശങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന നൽകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടത് ഏറ്റവും അത്യാവശ്യമേറിയ കാര്യമാണ്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ മൗലിക അവകാശങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വഖഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കൂടുതലായി ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരെയും ഒരു സ്വതന്ത്ര പൗരൻ എന്ന നിലയിൽ അഭിമാനബോധമുള്ളവരാക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്നുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നട്ടെല്ലും കൂടിയാണ് ഈ മൗലിക അവകാശങ്ങൾ എന്നുള്ളത്. കേവലം ഒരു കടലാസിലെ മഷിപ്പാടുകളല്ല ഈ മൗലികാവകാശങ്ങൾ, മറിച്ച് നമ്മുടെ നിലനിൽപ്പിൻ്റെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, നമ്മുടെ അവകാശത്തിൻ്റെ, നമ്മുടെ വരും തലമുറയുടെ പ്രതീക്ഷയുടെ നിശബ്ദമായ സംരക്ഷകരാണ് ഈ മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മൗലികാവകാശങ്ങൾ ഏതൊരു പൗരനും അവൻ്റെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള അനുവാദം, ശിരസ് ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള കരുത്തും അനുവാദവും അവകാശവും ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി നമുക്ക് നൽകുന്ന അവകാശം റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ നിറത്തിൻ്റെയോ പേരിൽ ആരാലും വേർതിരിക്കപ്പെടാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പോടുകൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ സമത്വം എന്നുള്ളത് കേവലം ഒരു നിയമ പുസ്തകത്തിലെ വാക്കുകളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അനുഭവിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ് റൈറ്റ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കേവലം ഇത് ശ്വാസം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആവിഷ്കരിക്കാനും ഇഷ്ടമുള്ള അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു അവകാശമാണ്, വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണിത്. നമ്മുടെ ചിന്ത, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കൺസെപ്റ്റുകൾ, നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം തന്നെ മറ്റുള്ളവരോട് ഒരു ഭയവും കൂടാതെ തുറന്നു പ്രകടിപ്പിക്കാൻ, അത് തുറന്നു പറയാൻ ഉള്ള അവകാശം കൂടി നമ്മുടെ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തതും നമ്മുടെ സോഷ്യൽ ലൈഫിനെ അഥവാ നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കാത്തതും ആയിരിക്കണമെന്നൊരു നിബന്ധന കൂടി ഇതിലുണ്ട്. മൂന്നാമതായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന അവകാശമാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഒരാളെയും ഇന്ത്യയിൽ ചൂഷണം ചെയ്യാൻ പാടില്ല, ആരാലും നമ്മളെയും ചൂഷണം ചെയ്യപ്പെടാനും പാടില്ല.
അടിമത്തം എന്ന പ്രവൃത്തിയെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റാൻ നമ്മളെ സഹായിച്ച ഒരു അവകാശം കൂടിയാണ് ഈ അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത്. ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിയുടെ പുഞ്ചിരിയെ പോലും ആർക്കും വിൽക്കാൻ അവകാശമില്ല എന്ന് പഠിപ്പിക്കുന്ന നാടാണ് നമ്മുടെ പഠിപ്പിക്കുന്ന ഭരണഘടനയാണ് നമ്മുടേത്. കൊച്ചുകുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്, മനുഷ്യക്കടത്ത് എന്നീ മോശമായ പ്രവർത്തനങ്ങളെ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാലാമതായി നമുക്ക് നൽകപ്പെടുന്ന അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളത്. മതസ്വാതന്ത്ര്യം എന്നത് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ എന്നത് ഒരു മതേതര രാജ്യമാണ്. അതായത് മതത്തിന് യാതൊരുവിധ പ്രസക്തിയും കൊടുക്കാത്ത രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഓരോ പൗരനും അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അവൻ്റെ മതത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങളെ അനുസരിച്ച് ജീവിക്കാം, ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ അവന് പ്രാവർത്തികമാക്കാം, ആ മതത്തെ പ്രചരിപ്പിക്കാനുള്ള അവകാശങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. വഖഫിൻ്റെ പള്ളികൾ, കെട്ടിടങ്ങൾ, മദ്രസകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനുള്ള അവകാശം കൂടി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25, 26 എന്നീ അനുച്ഛേദങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മതത്തിൻ്റെ പേരിൽ ഇവിടെ ഒരാളെയും ഒരു തരത്തിലുള്ള വിവേചനം അനുഭവിക്കപ്പെടരുത്. ഒരാളും ഒരു തരത്തിലുള്ള വിവേചനം മതത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ അനുഭവിക്കപ്പെടാൻ പാടില്ല. പള്ളിയും അമ്പലവും ചർച്ചും ഗുരുദ്വാരയും എല്ലാം തന്നെ ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട ഇടങ്ങളാണ് എന്നെല്ലാം ഭരണഘടന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഞ്ചാമതായി നമ്മുടെ ഭരണഘടന തരുന്ന മറ്റൊരു അവകാശമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, അഥവാ സാംസ്കാരികവും വിദ്യാഭ്യാസവും പരമായിട്ടുള്ള അവകാശങ്ങൾ. അറിവാണ് ശക്തി. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശമാണ്. ഒരു കുട്ടി പോലും ഇവിടെ നിരക്ഷരരായി വളരാൻ പാടില്ല എന്ന് ഈ അവകാശം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തം ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള അവകാശം കൂടിയാണ് ഈ ഒരു അവകാശത്തിലൂടെ, ഈ ഒരു മൗലിക അവകാശത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒടുവിലായി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അഥവാ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മൗലിക അവകാശം നിഷേധിക്കപ്പെടുകയോ അതിനെ ലംഘിക്കപ്പെടുകയോ ചെയ്താൽ നമുക്ക് നീതിയോടുകൂടി നിയമപരമായി നീതി തേടാനുള്ള അവകാശം നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നുണ്ട്. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു റൈറ്റ്, ഏതെങ്കിലും ഒരു അവകാശം നമുക്ക് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ് ഈ ഒരു റൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ അവകാശത്തെ കേവലം കടലാസിൽ ഒതുക്കാതെ ആ അവകാശങ്ങൾക്കെല്ലാം ജീവൻ നൽകുന്ന ഒന്നും കൂടിയാണ് ഈ അവകാശം എന്നുള്ളത്. ഈ ഒരു അവകാശം മറ്റെല്ലാ അവകാശങ്ങളുടെയും ആത്മാവാണെന്നാണ് BR അംബേദ്കർ പോലും പറഞ്ഞത്. അദ്ദേഹം ഇതിന് ഇത്രത്തോളം പ്രസക്തി കൊടുത്തത് ഇപ്പോൾ നമുക്ക് നടക്കുന്ന വഖഫിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനെതിരെ നമ്മൾ വാദിച്ചത് തന്നെ ഈ ഒരു അവകാശം വെച്ചുകൊണ്ടാണ്. കാരണം നമുക്ക് പറഞ്ഞിട്ടുള്ള ഫ്രീഡം ഓഫ് റിലീജിയനുള്ള സ്വാതന്ത്ര്യം, അഥവാ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ, ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ പറയുന്ന അവസാനത്തെ റൈറ്റായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ള റൈറ്റിനെ എന്ത് ചെയ്തത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ വാദിക്കാനും ഇതിനെതിരെ നമ്മുടെ വാദങ്ങൾ പറയാനുമായി നമ്മൾ കോടതിയെ എന്ത് ചെയ്തത്, സമീപിച്ചിരുന്നത് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭരണഘടനാപരമായി മുഖ്യമായും അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. ഈ ഒരു ഭരണഘടന ഇത്രയും ചുരുങ്ങിയ നിലയിലാണ് ഞാൻ നിങ്ങളോട് മുന്നിലായി വർത്തിച്ചിരിക്കുന്നത്.
ഇതിനെ ആഴത്തിലിറങ്ങി ഇനിയും പഠിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്രത്തോളം വലുതാണ്. ഇത് ഇത്രയും വലിയൊരു ഭരണഘടന മറ്റൊരു രാജ്യത്തിനും മറ്റൊരു നാട്ടിലും ഇത്രയും വലിയൊരു ഭരണഘടന ഇതുവരെയും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന അത്രത്തോളം വലുതാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വെച്ച ഫണ്ടമെന്റൽ റൈറ്റ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.